ഇന്നലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ സംസാരിച്ച സമയത്തും DGMO ബ്രീഫിങ്ങിൻ്റെ ഇടയിലും ഒരു സ്ഥലത്തിനെ കുറിച്ചും ഒരു പെർട്ടിക്കുലർ ഹിറ്റിനെ കുറിച്ചും ചോദിക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാതെ എന്നാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു വാർണിംഗ് അടക്കം പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട് ഈ ഒരു ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റിൽ. അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടേമുകളുണ്ട്. വൺ ഈസ് ന്യൂക്ക്, ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല. ആൻഡ് ദ അതർ ടേം ഈസ് കിരാന ഹിൽസ്. ഈ കിരാന ഹിൽസിൽ എന്താണ്, കിരാന ഹിൽസിൻ്റെ അടുത്ത് എന്താണ് സംഭവിച്ചത്, കിരാന ഹിൽസിൽ ഇന്ത്യ എന്ത് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നൂർഖാൻ എയർബേസ്, കിരാന ഹിൽസ്, അങ്ങനെ കുറേ ചോദ്യങ്ങളും എൻ്റെ കുറേ എന്താ പറയുക സോഷ്യൽ മീഡിയ സെർച്ചിലൂടെ കിട്ടിയ എൻ്റേതായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാനിവിടെ എവിടെയും ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ സാധനം വന്നു എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇത് കൺഫേം ആയിട്ട് പറഞ്ഞു എന്നൊന്നും പറയുന്നില്ല. ഇന്നലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മെയിൻ ഒരു കാര്യം, ഇന്ത്യയെ ബ്ലാക്ക് മെയിൽ ചെയ്യരുത് എന്ന് നമ്മുടെ PM നരേന്ദ്രമോദി ഇന്നലെ രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പാക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. हर उस जगह जाकर कठोर कार्रवाई करेंगे जहां से आतंक की जड़ें निकलती हैं. दूसरा, कोई भी न्यूक्लियर ब्लैकमेल भारत नहीं सहेगा. न्यूक्लियर ब्लैकमेल की आड़ में पनप रहे आतंकी ठिकानों पर भारत सटीक और निर्णायक प्रहार करेगा. പറഞ്ഞു വെച്ചതിൽ തന്നെ പ്രധാനമന്ത്രിന്റെ വാക്കുകളുടെ ഒരു കട്ടി നിങ്ങൾ നോക്ക്. ന്യൂക്ക് എന്നൊക്കെ പറഞ്ഞ് ഇനി ഇന്ത്യന്റെ ഭാഗത്തേക്ക് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ബാക്കികളെ ന്യൂക്കിന്റെ അടിവേര് തോണ്ടുന്ന പണി ഇന്ത്യക്ക് എടുക്കാൻ അറിയാൻ എടുക്കും. ഇത് കറക്റ്റ് വാർണിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും PM പറഞ്ഞില്ല, പറയാൻ പറ്റൂല. ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല പേഴ്സണലി. എന്താണെങ്കിലും പറഞ്ഞു വെച്ചതിൽ നിന്ന് മനസ്സിലായത് ന്യൂക്ക് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഇനി ഇവിടെ വന്നിട്ട് ഇന്ത്യയുടെ അടുത്ത് വില പേശണ്ട, ഒരു ക്ലിയർ കട്ട് മെസ്സേജാണ്. ഇനി നമ്മുടെ DGMO ബ്രീഫിങ്ങിൻ്റെ ഇടയിൽ അവിടെയും ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഈ പറഞ്ഞ കിരാന ഹിൽസിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അതിന് നമ്മുടെ DGMO ബ്രീഫിംഗിൽ അവർ കൊടുത്ത ഉത്തരം നിങ്ങൾ കേൾക്കണം. The social media, the Twitter is abuzz with the fact that we hit a site called Kirana Hills, which is supposed to be the nuclear storage facility, and there is all lot of rumors about Sargodha. There are foreign analysts who've mentioned that the Sargodha attack led to certain leaks. Is there a confirmation that we actually hit Kirana Hills, or we were careful of not to do any such thing? Thank you. Thank you for telling us that Kirana Hill houses some nuclear installation. We did not know about it. Okay. And we've not hit Kirana Hills, whatever is there. Okay. I did not brief in my briefing yesterday. Thank you. AK ഭാരതി സാറ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കിരാന ഹിൽസിൽ എന്താ ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അവിടെ ഒന്നും അടിച്ചിട്ടില്ല. ഇനി നിങ്ങൾ പറയുന്ന പോലെ അവിടെ ഒരു ന്യൂക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തൊട്ടിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഒരു സാധനം അങ്ങോട്ട് പറഞ്ഞിടുകയാണ്. ഓക്കെ, അപ്പോൾ മീഡിയ ബ്രീഫിംഗ് ആണ്. ഇങ്ങനൊരു ചോദ്യം വന്ന സമയത്ത് ഈ ചോദ്യം വരണമായിരുന്നു, കാരണം കൃത്യമായിട്ട് ഈ ചോദ്യം ചോദിക്കണമായിരുന്നു. കാരണം ഭയങ്കരമായിട്ടുള്ള കോൺസ്പിറസി ഇതിൻ്റെ ചുറ്റും കടന്ന് കളിക്കുന്നുണ്ട്. ഡു ഇന്ത്യ ഹിറ്റ് ഓൺ കിരാന ഹിൽസ്, അതിൻ്റെ ആജുബാജുമ എവിടെയെങ്കിലും ഇന്ത്യ അടിച്ചോ എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് ഇറപ്റ്റായിരുന്നു. ബിക്കോസ് ഈ ഒരു ഇഷ്യൂ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു സീസ് ഫയർ സിറ്റുവേഷനിലേക്ക് വരാൻ കാരണം എന്തുകൊണ്ട് പാക്ക് ഇത്ര പെട്ടെന്ന് ചാടിക്കയറി ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് അമേരിക്കയെ കോൺടാക്ട് ചെയ്യാനുള്ള റീസൺ എന്ത്? അവിടെയാണ് AN9 ഒരു എക്സ്പോസ്റ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്. The turning point was airstrike by India on 9th May and the morning of 10th May. ഈ 2 ഡേറ്റും നിങ്ങൾ നോക്കിയോ, 9-ാം തീയതി 10-ാം തീയതി മാസം. It was a hellfire by India. US Secretary of State Marco Rubio, after talking to Pakistan Chief of Army Staff Asim Munir, called EAM Jaishankar
and informed the Pakistan is ready to talk. India made it clear that talk should be between DGMOs and no one else. ഇന്ത്യ വളരെ ക്ലിയർ ആയിരുന്നു. ഇവിടെ പലരും പറഞ്ഞു നടക്കുന്ന പോലെ ട്രംപോ അല്ലെങ്കിൽ മാർക്കോ റൂബിയോ ഒന്നും വന്നിട്ട് ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ മറ്റേ ചെക്കനും പെണ്ണിനും കൈ കൊടുക്കണോ അതിലെടുത്ത് കൊടുത്തതൊന്നുമല്ല. DGMOസും മാത്രമേ തമ്മിൽ സംസാരിക്കാൻ പാടൂ എന്നുള്ള പോയിന്റ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ്റെ DGMO റിക്വസ്റ്റ് ചെയ്യാണ് ഇന്ത്യയോട് എന്ത് സീസ് ഫയറിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ DGMO ഫ്രം ദ പാകിസ്ഥാനാണ് ഫസ്റ്റ് റിക്വസ്റ്റ് ഇടുന്നത് ഇന്ത്യയോട്. ഫൈൻ. അങ്ങനെ പാകിസ്ഥാൻ DGMO റിക്വസ്റ്റഡ് ഫോർ ദ ടൈം വിത്ത് ദ ഇന്ത്യൻ counterpart at 1 p.m. on 10th May. It used to be noted that the India informed Pakistan DGMO on 7th May that it had conducted strike on terror infrastructures in Pakistan, but he did not respond. He asked for time after India conducted strikes on air bases എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ANI ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് ഒരു കാര്യം അവർ തന്നെ ANI തന്നെ പറയുന്നത് ഇന്ത്യ 9-നും 10-നും മേജർ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി 9-ാം തീയതിയും 10-ാം തീയതി ഈ പറഞ്ഞ പാകിസ്ഥാനിൽ ഭൂചലനമുണ്ടായി, എർത്ത്ക്വേക്ക് ഉണ്ടായി എന്നുള്ളൊരു ന്യൂസ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. 9-ഉം 10-ഉം തീയതികളിൽ പാക്കിൽ എർത്ത്ക്വേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ 4.7-ഉം 5.2 ആണ് തോന്നുന്നു. അങ്ങനെ 2 റിക്ടർ സ്കെയിൽ ഇത്രയും നമ്പർ മെഷർമെൻറ്റ് മാഗ്നിറ്റ്യൂഡ് കാണിച്ചിട്ടുള്ള ക്വിക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ ഈ 9-ഉം 10-ഉം ഇങ്ങനെ ഇതുവരെ അങ്ങനത്തെ എന്താ പറയുക ഒരു എർത്ത്ക്വേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു വെച്ചൊരു സോണൊന്നുമല്ല. ബട്ട് സ്റ്റിൽ അവിടെ ഈ ഒരു ടൈമിൽ എങ്ങനെ എർത്ത്ക്വേക്ക് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കോൺസ്പിറസി 2 രീതിയിലാണ് പോയത്. ഒന്നില്ലെങ്കിൽ കിരാന ഹിൽസിൽ ഇന്ത്യ അടിച്ച അടിയിൽ അവരുടെ ന്യൂക്ക് സീനായി, വിഷയങ്ങളായി, പിന്നെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ. അല്ലെങ്കിൽ പാക്ക് തന്നെ ന്യൂക്ക് എന്ത് ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരു ടെസ്റ്റ് ഡോസ് പോലെ. അപ്പം ആ ടൈമിൽ ഒരു എർത്ത്ക്വേക്ക് സംഭവിച്ചു. ഇങ്ങനെ ആണ് 2 രീതിയിൽ ഈ സംഗതി പുറത്തേക്ക് വന്നത്. അതിൽ തന്നെ പാക്ക് ടെസ്റ്റ് ചെയ്തു ന്യൂക്ക് എന്നുള്ള സംഗതി അതെന്താണെങ്കിലും അവിടുത്തെ മീഡിയ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടതും പരിപാടികളും അല്ലെങ്കിൽ പാക്ക് സ്നേഹിക്കുന്ന ആൾക്കാർ ആരൊക്കെയോ ഇട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ബിക്കോസ് 2-3 വീഡിയോസ് എക്സിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിലൊരു വീഡിയോയിൽ ക്ലിയർ കട്ടായിട്ട് ഒരു വ്യക്തി എടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഈ കിരാന ഹിൽസിൻ്റെ ഫുഡ് സ്റ്റെപ്സ് എന്ന് ഈ വ്യക്തി എടുത്ത വീഡിയോ, ഈ വീഡിയോനകത്ത് ഇന്ത്യ നടത്തിയ സ്ട്രൈക്കിൻ്റെ പുക കാണുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. അപ്പം അവിടെ ഇന്ത്യ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. किराना पहाड़ी से सुबह अटैक हो गया, मजार अटैक होया, दूजा एक और अटैक हो गया, मुसलसल अटैक हो रहे किराना पहाड़ी तुम किराना पहाड़ी के सामने एक चौकी सी आर्मी छोटी उसे अटैक होया, मजार अटैक सामने लाइन देख रहे हो, मजाल जी है। या अल्लाह खैर, 2 अटैक हो गए हैं, 2 अटैक, 2 मिसाइल फायर हुए अभी. ഓക്കെ, അപ്പം 2 അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്, 2 ഫയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ വീഡിയോയിലൂടെ ആ വ്യക്തി സംസാരിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ കിരാന ഹിൽസിൻ്റെ അടുത്ത് ഇന്ത്യ നടത്തിയ ഈ ഒരു സ്ട്രൈക്ക് കാരണം അവർക്ക് സീൻ പിടിച്ചോ? ആ സീൻ പിടുത്തം കാരണം അവിടെ ഒരു റേഡിയേഷൻ ലീക്ക് ഉണ്ടായോ? അതിൻ്റെ കാരണം കൊണ്ട് പാകിസ്ഥാൻ വരണ്ട് ഓടി വന്നിട്ടാണോ
ഇപ്പോൾ ഈ സീസ് ഫയർ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിയത്? അതുകൊണ്ടാണോ അമേരിക്ക അടക്കമുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ് വന്നത് എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി ഈ കിരാന ഹിൽസ് എന്താണെന്നും കിരാന ഹിൽസിൽ എന്താണുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് 2017 നവംബർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ദ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമത്തിൽ വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഈ കിരാന ഹിൽസ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലാവും. We have another good one from Colonel Vinayak Bhatt today at the print. The good colonel has managed to find a new nuclear storage facility for Pakistan. In a very interesting article, he's brought out details about the Kirana Hill nuclear storage facility, which is a big nuclear storage weapons space near Pakistan's Sargodha Air Base. Now, why is this important? Sargodha Air Base is one of the biggest air bases that Pakistan has. It is also the place from where perhaps they will use the nuclear strike option if it is ever needed. And this facility that we are showing to you on the website has details on how well protected this one is. For example, Colonel Bhatt has brought out that there are several tunnels in the Kirana Hill which are protected with the latest technologies available in the world. They have been constructed by the Special Works Department, which is a secretive Pakistani military establishment tasked with only making nuclear and strategic facilities. The tunnels have very protected entrances. Remember, not only from the air but also from the ground. Remember, Pakistan as a country has a problem which is not just India but also terrorism within itself. So the reason this facility is so protected is protected against terrorist strikes. We have seen in the past that militants or terrorists have tried to hijack Pakistani warship, for example. So it is protected from the air against an Indian strike. It is protected from the ground from a possible strike by militants. The infrastructure is of good quality. As Colonel Bhatt has brought out in the past also, there has been great infrastructure development in Pakistan, perhaps a bit of it with Chinese help. Chinese, for example, are masters in making these underground facilities. Whether this has been assisted directly by the Chinese is still early to say. This means that India's task is getting harder. Pakistan has managed to do some good engineering marvel around its nuclear storage facilities, which will make it difficult for the Indian Air Force or Indian strike option like the BrahMos to penetrate and get into it. Also, in case of the threat that we are seeing more recently from Pakistan of short-range missiles, of tactical nuclear missiles, and the only way to get them is a preemptive strike, which is going to be difficult given that such defenses are coming up. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ ഏകദേശം കിരാന ഹിൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണും. അവരുടെ ന്യൂക്ക് ഫെസിലിറ്റി ഉള്ളത് കിരാന ഹിൽസിലാണ്. അത് വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. ബട്ട് വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കിരാന ഹിൽസിലെ ഈ ഫെസിലിറ്റിയുടെ ആജുബാജുവിൽ ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് ഇന്ത്യയുടെ പോയി വീണ് കഴിഞ്ഞാൽ സീനാണ്. ഇനിയിപ്പോൾ അത് അവിടെ തന്നെ വീഴുന്നില്ല, അടുത്തുള്ളവരുടെ ഏറ്റവും വലിയ എയർബേസിൽ പോയി വീണാലും അതും അവർക്ക് എട്ടിൻ്റെ പണി തന്നെയാണ്. ആൻഡ് ഈ സർഗോദ എയർബേസ് അവരത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സർഗോദ ഇന്ത്യ അടിച്ചിട്ടുമുണ്ട്, ഇന്ത്യ അത് പറയുന്നുമുണ്ട്. സർഗോദ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അടിച്ചു തീർത്തിട്ടുണ്ട്. അപ്പോൾ സർഗോദ അടിച്ചു തീർക്കുമ്പോൾ സർഗോദ ആൻഡ് ദിസ് നമ്മുടെ കിരാന ഹിൽസും തമ്മിൽ അത്ര ഡിസ്റ്റൻസിലല്ല. ആൻഡ് ഈ ലോക്കൽസ് ഇടുന്ന വീഡിയോയിൽ കിരാന ഹിൽസിൻ്റെ ഫുഡ് സ്റ്റെപ്സ് തന്നെയാണ് ഇന്ത്യയുടെ അടി വീണേന്നാണ് കാണിക്കുന്നത്. അപ്പുറത്ത് അവരുടെ സർഗോദ എയർബേസിൽ വീണ അടീനെ കുറിച്ചിട്ട് ഓൾറെഡി നമ്മുടെ തന്നെ ബ്രീഫിങ്ങിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ പറയും, ചില കാര്യങ്ങൾ പറയില്ല. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു രീതി. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ് ഈ 9ഉം 10ഉം. ഇന്ത്യ അവിടെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സ്ട്രൈക്ക് ചെയ്തത് നമ്മുടെ ദ മോസ്റ്റ് ലീത്തൽ വെപ്പൺ ബ്രഹ്മോസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കിരാന ഹിൽസിൽ അടി വീണിട്ടുണ്ടെങ്കിൽ എർത്ത് ക്യൂക്കിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു സാധനം റിക്ടർ സ്കെയിലിൽ ഒരു കാണിക്കും. അപ്പോൾ അങ്ങനെ കാണിച്ച ഒരവസ്ഥയിൽ ഇതങ്ങനെ ഇന്ത്യയുടെ അറ്റാക്ക് കാരണം ഉണ്ടായ ഒരു കുലുക്കമാണോ എന്നുള്ളത് സംശയിക്കേണ്ട ഒരു ആസ്പെക്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാണ്. റിക്ടർ സ്കെയിലിൽ 4.6 മാഗ്നിറ്റ്യൂഡും 5 മാഗ്നിറ്റ്യൂഡിലുമാണ് 10-ാം തീയതി 9-ാം തീയതി ആയിട്ട് അവിടെ എർത്ത് ക്യൂക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിനെ തുടർന്ന് വന്നൊരു എസ്കലേഷൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്.
യു എസിൻ്റെ ന്യൂക്ലിയർ ഓഡിറ്റ് എയർക്രാഫ്റ്റ് സ്പോട്ടഡ് ഓവർ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് അൺവെരിഫൈഡ് ആണ്, ബട്ട് സ്റ്റിൽ അങ്ങനെ കുറേ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണാനിടയായിരുന്നു. എക്സിലൊക്കെ കുറേ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. യു എസ് നേഷൻ ന്യൂക്ലിയർ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻസ് ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് എയർക്രാഫ്റ്റ് B350 AMS സ്പോട്ടഡ് ഇൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. ലുക്കിംഗ് ലൈക്ക് സംതിങ് ഹാപ്പൻഡ് ഇൻ കിരാന ഹിൽസ് ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റി ഡ്യൂ ടു IAF സ്ട്രൈക്ക്. ഓക്കെ, അങ്ങനെ യു എസിൻ്റെ ന്യൂക്ലിയർ ഓഡിറ്റ് എയർക്രാഫ്റ്റ് ഉള്ളപ്പോൾ തന്നെ നോട്ട് ദിസ് വെരി ഇമ്പോർട്ടൻ്റ്ലി, ഇത് നോട്ട് ചെയ്തോ, ഈജിപ്തിൽ നിന്ന് ബോറോണുമായിട്ട് ഈജിപ്തിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് റേഡിയോ ആക്ടിവിറ്റി തടയാൻ വേണ്ടിയിട്ട്, ബോറോൺ റേഡിയോ ആക്ടിവിറ്റി തടയാൻ, അത് അബ്സോർബ് ചെയ്യാൻ കേപ്പബിളാണ്. ആൻഡ് ഈജിപ്തിൻ്റെ റിവർ ബെഡ്സിലൊക്കെ ബോറോൺ ഒരുപാട് അവൈലബിൾ ആണ്. സോ ഈജിപ്തിൽ നിന്ന് ബോറോണായിട്ട് ഇവിടെ ലീക്കായ റേഡിയോ ആക്ടിവിറ്റി, റേഡിയേഷൻ തടയാൻ വേണ്ടി ഈജിപ്തിൽ നിന്ന് ഫ്ലൈ ചെയ്ത് ഒരു എയർക്രാഫ്റ്റ് EGY 1916 പാക്കിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ബിക്കോസ് പാക്കിൻ്റെ മുകളിൽ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓൺ ദ സെയിം ഡേറ്റ്. ഓക്കെ, അതായത് 9-10 അടിക്കുന്നു, 11-12 ടൈമിൽ ഈ ഒരു പെർട്ടിക്കുലർ എയർക്രാഫ്റ്റിൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നു. അപ്പോൾ ഇതൊക്കെ പാടെ കൂടി 11-ാം തീയതി ഈ എയർക്രാഫ്റ്റിൻ്റെ സാന്നിധ്യം കണ്ടിട്ടുള്ളത്. ഇതൊക്കെ മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഷാഹിദ് അഫ്രീദി, നമ്മളെ ബുംബും ഇന്നലെ ഭയങ്കര സെലിബ്രേഷൻസൊക്കെ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ ചാനലുകൾ ആൻഡ് ഇന്ത്യക്കകത്ത് തന്നെയുള്ള പാകിസ്ഥാനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവരും അങ്ങനെ കുറേ ടീമുകളൊക്കെ ഇന്ത്യ തോറ്റേ പാക്ക് ജയിച്ചെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെ ആരും തോറ്റിട്ടും ജയിച്ചിട്ടുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും തോറ്റു സത്യത്തിലുണ്ടായത്, അങ്ങനെ വേണം പറയാൻ. കാരണം നാശനഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തോൽവിയാണ്. നാശനഷ്ടമേ ഉണ്ടാവാതെ ഒരു സൈഡ് അടിച്ചിടുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റും. ഈ നാശനഷ്ടം വന്നിട്ടും ഒരു സൈഡ് അടിച്ചിട്ടാൽ അത് ജയവും തോൽവി എന്നുള്ള രീതിക്ക് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. ഇവിടെ കുറേ നാശനഷ്ടം രണ്ട് ടീമിലും ഉണ്ടായി. പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഒരു അപ്പർ ഹാൻഡ് ഇന്ത്യക്കുണ്ട്. ഓബിയസ്ലി ഒരു അപ്പർ ഹാൻഡ് ഇന്ത്യക്കുണ്ട്. പക്ഷേ അടിച്ചിട്ട് ഡിഫീറ്റ് ചെയ്തൊരു അവസ്ഥയിലല്ല പാക്കുള്ളത്. അങ്ങനെ ആവണമായിരുന്നു, കൊടുക്കണമായിരുന്നു അവർക്ക്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് അവരെ വാൺ ചെയ്തിട്ടുണ്ട്. ആ വാർണിംഗ് അവർക്ക് കിട്ടേണ്ടടുത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും DGMOസിൻ്റെയും പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെയും കൃത്യമായിട്ടുള്ള മീഡിയ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾക്കിടയിൽ നമ്മൾ വായിക്കേണ്ട വരികൾ ഇതാണ്. പാക്ക് നമ്മളെ എന്ത് പേര് പറഞ്ഞിട്ടാണോ ഇത്ര കാലം ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കിയത്, ന്യൂക്ക് എന്ന് പറഞ്ഞിട്ട്, ന്യൂക്കിരിക്കണ അവരെ മാറാപ്പിൻ്റെ അകത്ത് തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് എനിക്കിത് നിന്ന് മനസ്സിലായത്. കിട്ടിയ അടിക്ക് ഇനി എന്ത് സംഭവിക്കും. ഞാൻ ഇന്ന് ഇവിടെ ഉമ്മർത്ത് കൊടുന്നിട്ടു, ന്യൂക്ക് വെച്ച ഈ പറഞ്ഞ കിരാന ഹിൽസിൻ്റെ ഉമ്മർത്ത് കൊടുന്നിട്ട് നാളെ തലയിൽ കൂടി പൊത്തിക്കഴിഞ്ഞാൽ പണി പാടും. അങ്ങനെ ഇന്ത്യ ചെയ്ത ലോക രാജ്യങ്ങളൊക്കെ പെടും. പിന്നെ ഇതെന്താണെങ്കിലും ഇന്ത്യക്ക് വെരിഫൈ ചെയ്ത് പുറത്ത് പറയാൻ പറ്റില്ല. അതിന് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഇങ്ങനൊരു അറ്റാക്ക് നടത്തുന്നത് രേഷൻ സീനാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ. ഇങ്ങനൊരു അറ്റാക്ക് നടന്നു ഞങ്ങൾക്ക് എന്നുള്ളത് അവർക്കും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി അവരെ ചൈന സപ്പോർട്ട് ചെയ്ത് ടർക്കി സപ്പോർട്ട് ആര് സപ്പോർട്ട് ചെയ്തെന്താ കാര്യം. ഇത് ഇന്ത്യ ചുമ്മാ തോണ്ടി ഇങ്ങനെ മുഖത്ത് ചളയെ തോണ്ടി പോണ പരിപാടിയാണല്ലോ എന്നുള്ള രീതിയിൽ ആൾക്കാർ എടുക്കും. എന്തുകൊണ്ട് ഇന്ത്യനെ ചെയ്തില്ല എന്ന് പറയും. ആയിട്ട് ചോദിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത ബ്രഹ്മോസ് ഒന്ന് തലയിലുള്ളൂ. ഈ ബ്രഹ്മോസ് കൺഫേം ആയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. എല്ലാ ന്യൂസ് ചാനലുകളിലും ബ്രഹ്മോസ് പറയുന്നുണ്ട്. ബട്ട് ബ്രഹ്മോസ് ഇന്ത്യ ഉപയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു കൺഫർമേഷൻ ഇല്ല. അതും അവർ കൊടുത്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തൊരു ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മൈ ബാഡ്. അപ്പം എന്താണെങ്കിലും എന്തുകൊണ്ട് ഈ സീസ് ഫയർ പെട്ടെന്ന് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരം കണക്ട് ചെയ്ത് ഞാൻ എൻ്റെ ഒരു മിതമായ സെർച്ചിലൂടെ നിങ്ങളിലേക്ക് വളരെ ഈസി ആയിട്ട് എത്തിക്കുമ്പോൾ എനിക്ക് തോന്നിയ അല്ലെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിലൊന്നും ഒരു കൺഫർമേഷനും ഒരു രാജ്യവും ഇത് ക്ലെയിം ചെയ്തിട്ടില്ല, ഒരു ഓഫീസേഴ്സും ഇത് ക്ലെയിം ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ കിരാന ഹിൽസിൽ ഇന്ത്യ അടിക്കുന്നു. ഓക്കെ, അടുത്തുള്ള എയർബേസിൽ അടിക്കുന്നു. 9-10 തീയതികളിൽ നല്ല അടി നടക്കുന്നു. അടി കിട്ടിയ പാടെ അടുത്ത റിക്ടർ സ്കെയിലിൽ 4.7 മാഗ്നിറ്റ്യൂഡിൽ എർത്ത് ക്യൂക്ക് ഉണ്ടാകുന്നു.
റേഡിയേഷൻ പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും കവർ ചെയ്യണം, ഇല്ലെങ്കിൽ വന്നോ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക വിദ്യയുള്ള എയർക്രാഫ്റ്റ് വരുന്നു. ഒപ്പം ഈജിപ്തിൽ നിന്ന് വേറെ എയർക്രാഫ്റ്റ് വരുന്നു. ഒറ്റയടിക്ക് പാക്ക് മൊത്തത്തിൽ അമേരിക്കേൻ്റെ കാലിൽ പോയി വീണ് ഇന്ത്യനോട് സംസാരിക്കാൻ പറയുന്നു, ഇന്ത്യനോട് സംസാരിക്കുന്നു. ഇതാണോ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവുക? കാരണം ഞാൻ പറഞ്ഞു, പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ചില്ലറ വർത്താനല്ല. ഇനി ഈ ബ്ലാക്ക് മെയിലായിട്ട് വന്നു കഴിഞ്ഞാൽ, ന്യൂക്ക് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടിക്കും. അതൊരു ഭയങ്കര സാധനമാണ്. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഒരു ചർച്ചയുടെ ബൈറ്റ് എൻ്റെ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന രഘുനാഥ് നായർ എന്ന് പറഞ്ഞ സാർ, ഓക്കെ, മൂപ്പർ എയർഫോഴ്സിലായിരുന്നു. മൂപ്പർ ഇന്നലെ നടന്ന ചർച്ചയിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ പാക്കിൻ്റെ ന്യൂക്ക് ഹിസ്റ്ററിയും ഇന്ത്യ ആയിട്ടുള്ള കുറച്ച് കണക്ഷൻസും പ്ലസ് ഇപ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി എടുത്ത് ഞാൻ ഈ സംസാരിച്ച കേൾക്കും അതും ഇതൊക്കെ വെച്ചിട്ട് മൂപ്പരും ഒരു കാര്യം അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മൾ 1947 ഈ പറഞ്ഞ പാക് ഓക്കുപൈഡ് കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. 65 നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു തിരിച്ചു പിടിക്കാനായിട്ട്. നമ്മൾ തിരിച്ചു പിടിച്ചില്ല. 71 നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു തിരിച്ചു പിടിക്കാനായിട്ട്. തിരിച്ചു പിടിച്ചില്ല. 77 ശേഷം അവർ കഹൂട്ട അറ്റോമിക് പ്ലാന്റ് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി. അറ്റോമിക് പവറായിട്ട് മാറുകയാണ്. അന്ന് നമ്മുടെ റോ അവിടെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോ ആ കഹൂട്ട അറ്റോമിക് പ്ലാന്റിനെ, ആ പ്രോജക്റ്റിനെ കംപ്ലീറ്റ്ലി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നശിപ്പിക്കാനായിട്ട് തയ്യാറെടുത്ത് എല്ലാം 100% സെറ്റായി കഴിഞ്ഞപ്പോൾ ഈ ഇൻഫർമേഷൻ ഇസ്രായേലും കൂടെ ചേർന്നിട്ടായിരുന്നു. ഈ ഇൻഫർമേഷൻ എങ്ങനെയോ പാകിസ്ഥാന് കിട്ടി. അന്ന് സുൽഫിക്കർ അലി ഭൂട്ടോ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു, ഇതെന്തിനാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവർ പോളിഷ് ചെയ്ത് സംസാരിക്കാൻ ഈ പാകിസ്ഥാനികൾ ഭയങ്കര മിടുക്കന്മാർ, അവരുടെ കാര്യം കാണുന്നവർ. അവർക്കൊരു ശക്തി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരിപ്പോൾ നോ മോർ ദെയർ അറ്റ് എ വീക്കർ സൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശരിയായ സ്വരൂപം എടുക്കും. ഇതൊരു സ്വഭാവമാണ്. അപ്പം അങ്ങനെ സുൽഫിക്കർ അലി ഭൂട്ടോ മൊറാർജി ദേശായിയെ കൊണ്ട് ഈ റോനെ നിഷ്പ്രഭമാക്കി റോനോട് ഓപ്പറേഷൻസ് മുഴുവൻ ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞു. അവരുടെ ഫണ്ടിങ് പൂർണ്ണമായിട്ട് നിർത്തി. അതിനുശേഷം ഇദ്ദേഹം ശുദ്ധമനസ്സോടുകൂടി ചെയ്തതാണ് എന്താണെന്നറിയില്ല, ഇവരുടെ വേറെ ബോട്ട്സും ഈ ഇൻഫർമേഷൻസും ഭൂട്ടോന് കിട്ടുകയും നമ്മുടെ ഈ റോൻ്റെ പോരാളികളെ മുഴുവൻ പാകിസ്ഥാൻ തെരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞു. അങ്ങേറ്റം ദയനീയമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. അല്ലെങ്കിൽ ആ കഹൂട്ടാന്ന് നശിപ്പിച്ചത്. അതിനുശേഷം 80 മുതൽ 84 വരെ, അന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്നത്, ഇസ്രായേൽ പല പ്രാവശ്യം പറഞ്ഞു ഈ അറ്റോമിക് ബോംബ് ഇവരുണ്ടാക്കുന്ന അതിന് ഇസ്ലാമിക് ബോംബ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് ഇന്ത്യക്കും ഇസ്രായേലിനും ഒരുപോലെ പാരയാണ്. ഞങ്ങൾ ഇസ്രായേലിൽ നിന്ന് വന്നിട്ട് ടേക്ക് ഓഫ് ചെയ്ത് അവിടെ നിന്ന് വന്നിട്ട് ഈ കഹൂട്ട ഇവരുടെ കംപ്ലീറ്റ് അറ്റോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ നശിപ്പിച്ച് തരാം, നിങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ തിരിച്ചിത് ബോംബാർഡ് ചെയ്തതിന് ശേഷം തിരിച്ച് ഇസ്രായേലിലേക്ക് പോകാനുള്ള ഫ്യൂവൽ ഞങ്ങളുടെ വിമാനങ്ങൾക്കില്ല. അത് നിറയ്ക്കാനായിട്ട് നമ്മൾ ഒരു ജാംനഗറിൽ ഒരു ഫെസിലിറ്റി കൊടുക്കണം, അത്രേ വേണ്ടു. അന്ന് സമ്മതിച്ചില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലശേഷം രാജീവ് ഗാന്ധി വന്നു. ഇവരിതേ ആവശ്യമായിട്ട് രാജീവ് ഗാന്ധിയെ അപ്രോച്ച് ചെയ്തു. ഇതൊക്കെ ന്യൂസ് പേപ്പറിൽ വരെ വന്നതാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ അത് അന്നും സമ്മതിച്ചില്ല. കാരണം നമ്മൾ നല്ല കുട്ടി ചമഞ്ഞു. അതുകൊണ്ട് അതായത് പാകിസ്ഥാൻ ശക്തമായൊരു ന്യൂക്ലിയർ പവറായിട്ട് മാറി. പിന്നെ നമ്മളിപ്പോൾ ന്യൂസിൽ കാണുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻസിനെയും ആക്രമിച്ചു എന്നുള്ളത്. പക്ഷേ നമ്മുടെ സൈനിക ബ്രീഫിങ്ങിൽ ഒരു ചോദ്യം പത്രക്കാർ ഇതുപോലെ ചോദിച്ചു, ഇങ്ങനെ നമ്മളതിനെ ആക്രമിച്ചോ എന്ന് ചോദിച്ചപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എന്നവർ മറുപടി പറയണ്ടേ. അതങ്ങനെ പറയൂ. കാരണം ഇതിന് ഒരുപാട് എവിഡൻസ് ഉണ്ട്. അമേരിക്കയുടെ ആൻറ്റി ന്യൂക്ലിയർ വിമാനങ്ങളും സംവിധാനങ്ങളും അവിടെ വരുന്നു. ഈജിപ്തിൽ നിന്ന് ഇതിനു വേണ്ട മെറ്റീരിയൽസ് അവിടേക്ക് സപ്ലൈ ചെയ്യുന്നു, ഈ ന്യൂക്ലിയറിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ളത്. 2 ഭൂകമ്പങ്ങൾ, ഒന്ന് 4.7 ഒന്ന് 5.2 റിക്ടർ സ്കെയിലിൽ കാണിച്ചത്. മറ്റ് യാതൊരു ഭൂമിശാസ്ത്രപരമായ കാരണവും ഇല്ലാതെ അവിടെ നടന്നു അടുത്ത 2 ദിവസത്തിന് മുമ്പായിട്ട്. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ രഘുനാഥ് നായർ സാർ പറയുന്ന കാര്യം വളരെ എന്താ പറയുക റെലവൻ്റ് ആയിട്ടുള്ളൊരു സംഗതി. കാരണം നമ്മുടെ എന്താ പറയുക കഴുത്തിൽ വള്ളി വീഴുന്ന പോലെ, നമ്മളെ കഴുത്തിൽ കത്തി വയ്ക്കുന്ന പോലെ ഒരു സാധനത്തിനെ നമുക്ക് വളർത്തിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. വി ആർ പവർഫുൾ ഇനഫ്. അടിച്ചു നിരത്ത് തന്നെ വേണം അവന്മാരെ. ഇല്ലെങ്കിൽ നാളെ അവന്മാർ എന്ത് ചെയ്യാനും പഠിക്കാത്തൊരു ടീമാണ് അവന്മാർ. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ സിസ്ഫയർ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം ഇന്ത്യയുടെ കിരാന ഹിൽസിലുള്ള അടി തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യും.